ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളെ കാണിച്ചു തരാനും അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഞാൻ ഉണ്ടാക്കിയ സാനിറ്റൈസർ ഡിസ്പെൻസർ എന്ന് പറയുന്നത്. വെറും 200 രൂപ കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക്സിനെ പറ്റി കൂടുതൽ അറിയാത്തവർക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് ഇതിന്റെ സെൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുവഴിയാണ് നമ്മുടെ സാനിറ്റൈസർ വരുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനു മുമ്പ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോ വീടിന് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും സാനിറ്റൈസറിന്റെ ബോട്ടിൽ നമുക്ക് എടുത്തരാറുണ്ട്. സാനിറ്റൈസിങ് ചെയ്തിട്ട് കയറിയാൽ മതി എന്നുള്ള ഒരു ഇതില്. അപ്പം അവര് ബോട്ടിൽ കൊണ്ട് തരുന്നു, നമ്മൾ അത് വാങ്ങിച്ചിട്ട് ആ ബോട്ടിൽ തിരിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിന് മുമ്പാണ് ആ ബോട്ടിൽ പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ സാനിറ്റൈസർ എടുത്തിട്ട് അതുപോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അവര് ആ സാനിറ്റൈസർ കൈകൊണ്ട് പിടിക്കുകയും കൊണ്ടുവെക്കുകയും ചെയ്യും. അവര് പിന്നെ ആ സാനിറ്റൈസർ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു സമയത്ത് ഇത് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഇൻ കേസ് ഉണ്ടെങ്കിൽ. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗൈസ്, ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു IRന്റെ അപ്രോക്സി സെൻസർ ആണ്. അതാണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 80 രൂപ വില വരുന്നുണ്ട്. ഓൺലൈൻ ആണെങ്കിൽ 200 രൂപ 300 രൂപയോളം വരും. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അടുത്തെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഇത് വാങ്ങിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അതിന്റെ മോഡൽ നമ്പർ ഇത് ഞാൻ ഈ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു മോഡൽ നമ്പർ നോക്കി വാങ്ങിക്കണം, ഇത് തന്നെ വാങ്ങിക്കണം. അതുപോലെ തന്നെ ഒരു 1K റെസിസ്റ്ററും പിന്നെ ഒരു ചെറിയൊരു പമ്പുമാണ് ഇതിന് വേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. ബാറ്ററിയിലും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ മൊബൈലിലെ ചാർജറിലും വർക്ക് ചെയ്യും. അപ്പൊ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ആ സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് നോക്കി അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സോൾഡർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിൽ ഒരു വയർ കിട്ടും. ആ വയറിന്റെ പേരാണ് ജമ്പർ വയർ എന്നാണ് അതിന് പറയുന്നത്. അതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി. അതിന് ഏകദേശം ഒരു 10 രൂപ, 5 രൂപ തൊട്ട് 10 രൂപ വിലയേ വരുന്നുള്ളൂ. അപ്പൊ അത് വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോ ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ബോട്ടിൽ ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതിൻ്റെ അകത്താണ് നമ്മൾ സാനിറ്റൈസർ നിറച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തൊരു മിനി പമ്പ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വയറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തൊരു ചെറിയൊരു സ്ട്രോയും കൂടെ ഇട്ടിട്ടുണ്ട്. അതുവഴിയാണ് സാനിറ്റൈസർ പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ അത് ഇവിടെ ഒരു USB ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സാനിറ്റൈസിങ് മെഷീനാണിത്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം വളരെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉപകരണമാണിത്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വലിയ ഇലക്ട്രോണിക്സിനെ പറ്റി അറിയണമെന്നൊന്നുമില്ല, ആർക്കും ഉണ്ടാക്കാം. ചെറിയ പിള്ളേർക്ക് പോലും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മെഷീനാണിത്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാൻ അത് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഗായ്സ്, ഈ കൊറോണ കാലത്ത് ഈ ഒരു ഉപകരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 100% ആയിട്ട് ഉപകാരപ്രദമാവും ഫ്രണ്ട്സ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ.